കുറച്ചു നേരം മുമ്പ് ലൈവില് നമ്മുടെ ശ്രീതുവും അതേപോലെ തന്നെ ശരണ്യയും ജാസ്മിനും ഒക്കെ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. ടാസ്ക് നടക്കുന്ന സമയത്ത് ശ്രീതു ഫുഡ് റൂമിലേക്ക് എടുത്തു കൊണ്ടുപോയി ജാസ്മിനും ഗബ്രിക്കും കൊടുത്തു. ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട്, ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് പറയുകയാണ്, കൊണ്ടുപോയി കൊടുക്കരുത് എന്ന്. അപ്പോൾ ശ്രീതു നോക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തു എന്നാണ് ശരണ്യ പറയുന്നത്. ശരണ്യക്ക് ശരണ്യയുടെ പവറിനെ ഡിസ്റെസ്പെക്ട് ചെയ്ത പോലെ ആയി. അങ്ങനെ പവർ ടീമും ഇവർ രണ്ടുപേരും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാവുന്നു. ഇപ്പൊ ഒരു പവർ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. പവർ ടീം ശ്രീതുവിന് കൊടുക്കാൻ ഒരു ശിക്ഷ എഴുതി അവരുടെ ബോർഡില്, ലൈറ്റ് അണയുന്നത് വരെ പവർ ടീമിന് ചോട്ടിൽ നിൽക്കണം എന്ന്. ഇത് പിന്നീട് സായി തിരുത്തി പറയുന്നുണ്ട്, ഒരു തവണ സല്യൂട്ട് അടിച്ച് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്ത് മൂരാച്ചി സ്ഥലമാണെന്ന് ഓർത്തോണം. ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്ക് ചെറിയൊരു പോർഷൻ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതും വേറുള്ളവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി കൊടുക്കുന്നതുമാണ് ഇത്രയും വലിയ ആന പ്രശ്നം. ഫുഡിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അസഹനീയാവസ്ഥയുണ്ട്. അതാണ് എനിക്ക് ഈ ഒരു ഫൈറ്റ് നടന്നപ്പോൾ തോന്നിയത്. അതും ശരണ്യയും ശ്രീതുവും തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം, അതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുന്നത്. വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇവർ ഇത്രയും നാൾ പ്രേക്ഷകരെ വടിയാക്കുമായിരുന്നു. അതാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പൊ ഒരു ഫ്രണ്ട് എന്താ പറയാ, നമ്മുടെ ഈഗോയെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പോട്ടെ എന്ന് വെക്കും. പക്ഷെ ശരണ്യ ഇവിടെ കിടന്നങ്ങ് റേസ് ആവുകയാണ്. ശ്രീതുവിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അപ്രോച്ച് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് ശരണ്യ ആളി കത്തിക്കുന്നുണ്ട്. ശരണ്യ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു അഭ്യാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.